സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ ചരട് വലിച്ച് AICC നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പാലക്കാട്ടെ കരുനീക്കങ്ങൾ. BJPയുടെ ശക്തനായ വക്താവിനെ പാളയത്തിലെത്തിച്ചത് ദേശീയ തലത്തിലും കോൺഗ്രസ് ചർച്ചയാക്കും. സന്ദീപ് വാര്യരുമായി നടന്ന ചർച്ചകളിൽ തുടക്കം മുതൽ AICC നേതൃത്വം നേരിട്ട് തന്നെ ഇടപെട്ടു. ഓരോ ഘട്ടത്തിലെയും നീക്കങ്ങൾ കൃത്യമായി വിലയിരുത്തിയാണ് മുൻപോട്ട് പോയത്. സംസ്ഥാനത്തെ നേതാക്കൾക്ക് പുറമെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും മറ്റൊരു നേതാവിനെയും സന്ദീപുമായി നേരിട്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തി. പാർട്ടിയിലെത്തിയ ശേഷമുള്ള പരിഗണനകളിൽ AICC നേതൃത്വം തന്നെ നേരിട്ട് ഉറപ്പു നൽകിയതായാണ് റിപ്പോർട്ട്. ഒരു വിഭാഗം നേതാക്കൾ നടത്തിയ നീക്കത്തിൽ നിന്ന് പാലക്കാട്ടെ നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്തിയിരുന്നു. അന്തിമഘട്ടത്തിൽ മാത്രം DCC അധ്യക്ഷനോട് പോലും വിവരം നൽകിയാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം. കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് ബദലായി മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ മുഖങ്ങളെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നിർദ്ദേശത്തിൻ്റെ കേരളത്തിലെ ഈ നീക്കം ബലം പകരുന്നതാണ്. സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാലിനെ അടർത്തിയെടുത്ത BJPക്ക് മറുപടി നൽകിയെന്നും ആശ്വസിക്കാം. ഹരിയാന തിരഞ്ഞെടുപ്പ് വേളയിൽ ഫലം എതിരായിരുന്നെങ്കിലും BJP പാളയത്തിൽ നിന്ന് പ്രധാനികളായ പല നേതാക്കളെയും മറുകണ്ഠം ചാടിക്കാൻ കഴിഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലും സമാന നീക്കം കണ്ടു. BJP ദേശീയ നേതാക്കളുമായും RSS നേതാക്കളുമായും ഏറെ അടുപ്പം ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരെ പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ദേശീയ തലത്തിലും കോൺഗ്രസ് നേട്ടമായി ഉയർത്തി കാട്ടും. സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ BJPക്കാർ കോൺഗ്രസിലേക്ക് ഒഴുകുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. സന്ദീപ് വാര്യർക്ക് ഇനി വിശാലമായി മുന്നോട്ടു പോകാം. അദ്ദേഹം എടുത്തത് ശരിയായ തീരുമാനമാണെന്നും കോൺഗ്രസ് ഇനി നല്ല കാലമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വെറുപ്പിൻ്റെ കടവിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്ന സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുന്നുവെന്നും ക്രിസ്റ്റൽ ക്ലിയറായ ആളാണെന്ന CPM നേതാക്കളുടെ അഭിപ്രായം തങ്ങളും ശരിവെക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് BD സതീശൻ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആയ ആളാണെന്നും അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നാൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്ന് MP ഗോവിന്ദനും AK ബാലനും MP രാജേഷും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് തങ്ങളും ശരിവെക്കുന്നു. കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സന്ദീപ് വാര്യർ പ്രകടിപ്പിച്ച താൽപ്പര്യത്തെ തങ്ങൾ സ്വാഗതം ചെയ്തു. വെറുപ്പിൻ്റെ കടവിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നതിനെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി പിണറായി വിജയനെതിരെ പറഞ്ഞതൊന്നും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടില്ല. BJPയിൽ കലാപം നടക്കുകയാണ്. അഴിമതിക്കാരുടെയും കള്ളപ്പണക്കാരുടെയും ഹവാല ഇടപാടുകാരുടെയും നേതൃത്വമാണ് കേരളത്തിലെ BJPയിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ആളാണ് കേരളത്തിലെ BJP അധ്യക്ഷൻ. മുഖ്യമന്ത്രിയുടെ കേസുകളിൽ സഹായിച്ചതിന് പകരമായി കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിയാകേണ്ട K സുരേന്ദ്രൻ സാക്ഷിയായി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കുറ്റപത്രം വൈകിപ്പിച്ച് സുരേന്ദ്രനെ രക്ഷപ്പെടുത്തി 2 കേസിലാണ് പിണറായി വിജയൻ സുരേന്ദ്രന് നന്ദി കാട്ടിയതെന്നും BD സതീശൻ.